പിണറായി കാവ്യൊടുക്കാൻ ഇനി ഏതാനും വർഷങ്ങൾ മാത്രം കാത്തിരുന്നാൽ മതി. അതിനുള്ള മുന്നൊരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഇനിയെല്ലാം ഭക്തിമയം. 2026 ടീം UDF അധികാരത്തിൽ വരുമെന്നും ഈ വിഭ്രാന്തിയിലാണ് അയ്യപ്പ സംഗമം നടത്തിയതെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആഞ്ഞടിക്കുമ്പോൾ സർക്കാരിന്റെ ഈയിടെയായിട്ടുള്ള നീക്കുപോക്കുകളും അത് ശരിവെക്കുന്നതാണ്. സ്ത്രീകളെ മലകയറ്റി ആചാര ലംഘനം നടത്തിയവരാണ് അയ്യപ്പ സംഗമം നടത്തിയത്. സ്ത്രീ പ്രവേശനത്തിൽ നൽകിയ സത്യവാങ്മൂലം പിൻവലിക്കുമോ എന്നും പ്രതിപക്ഷ നേതാവ് സ്റ്റേജിൽ ചോദിക്കുകയാണ്. ആഗോള അയ്യപ്പ സംഗമം സർക്കാരിന്റെ വികസന സദസ്സ് വിഷയങ്ങളിൽ UDF കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദേവസ്വം ബോർഡിനായി ഒന്നും ചെയ്യാത്ത സർക്കാരാണ് കപട അയ്യപ്പ ഭക്തി കാണിക്കുന്നത്. കൺവെന്റ് പ്രകാരം ദേവസ്വം ബോർഡിന് നൽകേണ്ട തുക 10 കോടി രൂപയാക്കി പിണറായി സർക്കാർ വർദ്ധിപ്പിച്ചിരുന്നു. പക്ഷേ പേപ്പറിലേ ഉള്ളൂ, ഇതുവരെ കൊടുത്തിട്ടില്ല. നേരത്തെയുള്ള 82 ലക്ഷം കൊടുത്തിട്ട് തന്നെ 3 വർഷമായി. 76 വർഷവും 2 മാസവും കഴിഞ്ഞപ്പോഴാണ് പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുന്നത്. കഴിഞ്ഞ വർഷം ആ പേടി ഉണ്ടായിരുന്നില്ല. 2026 കണ്ട് പേടിച്ചിട്ടാണ് ഇപ്പോൾ പ്ലാറ്റിനം ജൂബിലി ആണെന്ന് പറഞ്ഞു വരുന്നത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയാണ്. യോഗി ആദിത്യനാഥിന്റെ സന്ദേശം വായിച്ച വാസവൻ പുളകിതനാകുന്നത് കണ്ടു. UDF സർക്കാരിന്റെ കാലത്താണ് യോഗിയുടെ സന്ദേശം വായിച്ചതെങ്കിൽ കേരളത്തിൽ എന്താകുമായിരുന്നു സ്ഥിതിയെന്നും സതീശൻ ചോദിക്കുകയാണ്. പിണറായി യോഗിയുടെ കൂട്ടുകാരനാണ്. എന്നാണ് പിണറായി കാഷായ വസ്ത്രം ധരിക്കുന്നത് എന്നാണെന്ന് മാത്രം ഇനി അറിഞ്ഞാൽ മതിയെന്നും കേരളത്തിലെ ജനങ്ങളെ കുറിച്ച് കാണരുത് എന്നും സതീശൻ പറയുകയാണ്. അധികാര വികേന്ദ്രീകരണം നടത്തിയ ശേഷം കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളെ കഴുത്ത് ഞെരിച്ചു കൊല്ലുന്ന സർക്കാരാണിത്. വികസന സദസ്സ് ആരെ പറ്റിക്കാനാണെന്നും സതീശൻ ചോദിക്കുകയാണ്. സതീശന്റെ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോകാം. യോഗി ആദിത്യനാഥ് സന്ദേശം എന്റെ വാസവൻ പുളകിതനാകുന്നത് ഞാൻ കണ്ടു. യോഗി ആദിത്യനാഥിന്റെ സന്ദേശമായി ഞാൻ ഒരു നിമിഷം ഓർത്തു, വല്ല UDF സർക്കാർ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ വല്ല ദേവസ്വം ബോർഡിന്റെ ഒരു യോഗത്തിലായിരുന്നു യോഗി ആദിത്യനാഥിന്റെ സന്ദേശം വായിച്ചതെങ്കിൽ കേരളത്തിൽ എന്തായേനെ? പിന്നെ എന്തായേനെ? ഇതിപ്പോ അതല്ല, നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നു. ആ യാത്രയിലാണ് പിണറായി വിജയൻ. യോഗി ആദിത്യനാഥ് എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ കൂട്ടുകാരനാണ്. ഇനി ഇപ്പോൾ ഇദ്ദേഹം എന്നാണ് കാഷായ വസ്ത്രം ധരിക്കുന്നതെന്ന് മാത്രം വിചാരിക്കുന്നത്. ആ പോക്കാണ്. തത്വമസി എന്നൊക്കെ പിണറായി വിജയൻ പറഞ്ഞു കേട്ടിട്ട് ഞെട്ടിയിരിക്കുകയാണ് ഞാൻ. തത്വമസി അത് നീയാകുന്നു എന്നൊക്കെ അദ്ദേഹം അവിടെ വിശദീകരിക്കുന്നത് കേട്ടിട്ട് നോക്കിയായിട്ടാണ് വായിച്ചതെങ്കിലും അദ്ദേഹം അത് പറഞ്ഞില്ലേ, നമ്മൾ ഞെട്ടിയിരിക്കുകയാണ്. ഇങ്ങനെ കാപട്യം കാണിക്കാൻ ഒരു മുഖ്യമന്ത്രിക്ക് കേരളത്തിലെ ജനങ്ങളെ നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് എന്നാണ് എനിക്ക് വിനയപൂർവ്വം പറയാനുള്ളത്. അതാണ് പറയാനുള്ളത്. പിന്നെ ദയവ് ഒരു സാധനം വന്നേക്കുവാണ്. വികസന സദസ് എവിടെയാണ്? പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷൻ. അടുത്ത മാസം 15-ാം തീയതി ആകുമ്പോഴേക്ക് ഇലക്ഷൻ പ്രഖ്യാപിക്കാൻ പോവുക. ഏത്? ലോക്കൽ ബോഡിയിൽ. അപ്പൊ എന്തിനാണോ വികസന സദസ്? ഇപ്പൊ എന്തിനാ വികസന സദസ്? കാശ് എവിടുന്ന? അത് ലോക്കൽ ബോഡിയിൽ നിന്ന് എടുത്തോളാം. അവിടുത്തെ കാശ് എടുത്തോളാൻ പറയാം. ആരെ പറ്റിക്കാനാണ് ഇപ്പൊ വികസന സദസ്? ഈ അധികാര വികേന്ദ്രീകരണം നടപ്പാക്കിയതിനു ശേഷം കേരളത്തിലെ ഈ ലോക്കൽ ബോഡികളെ ഇതുപോലെ കഴുത്ത് ഞെരിച്ചു കൊന്നൊരു സർക്കാർ ഉണ്ടായിരുന്നു. നമുക്കറിയാലോ. കഴിഞ്ഞ കൊല്ലം പഞ്ചായത്ത് മെമ്പർമാരൊക്കെ ഇവിടെ ഉണ്ടല്ലോ, കൗൺസിലർമാരൊക്കെ. കഴിഞ്ഞ കൊല്ലം 3 ഗഡുവായിട്ടാണ് പൈസ കൊടുക്കുന്നത് ഗവൺമെന്റിന്. ഓഗസ്റ്റിൽ ആദ്യത്തെ കൊടുത്തു. ഓഗസ്റ്റിൽ കൊടുക്കേണ്ട 2-ാം ഗഡു കൊടുത്തത് ഡിസംബറിലാണ്. കൊടുത്തതിന്റെ പിറ്റേ ദിവസം ട്രഷറി ബാൻ 5 ലക്ഷം രൂപ കൂടുതൽ മാറ്റാൻ പറ്റില്ല. അപ്പൊ തീർന്നല്ല, കൊടുത്തത് തീർന്നല്ല. ട്രഷറിയിൽ നിന്ന് ബില്ല് മാറാൻ പറ്റൂല. 3-ാമത്തെ ഗഡു കൊടുത്തത് മാർച്ച് 23-ാം തീയതി. പക്ഷെ 22-ാം തീയതി ട്രഷറി പൂട്ടി. 22-ാം തീയതി. നമ്മുടെ ഗവൺമെന്റ് ഉള്ള കാലത്ത് മാർച്ച് 31-ാം തീയതി 12 മണി വരെ രാത്രി ടോക്കൺ കൊടുക്കും. 6 മണി വരെ നിന്ന് ബില്ല് പാസ്സാക്കി കൊടുക്കും. ഇത് കാശില്ലാത്തതുകൊണ്ട് 10 ദിവസം മുമ്പ് പൂട്ടി കഴിഞ്ഞിട്ടാണ് ലോക്കൽ ബോഡിക്ക് ബില്ല് കൊടുത്തത്. അപ്പൊ ഞങ്ങൾ അസംബ്ലിയിൽ കളിയാക്കി. ഇതിനാണ് അലഭ്യ ലഭ്യശ്രീ യോഗം എന്ന്. പഞ്ചായത്തുകൾക്ക് കാശുണ്ടോ? ഉണ്ട്. ഇല്ല. ചിലരുടെ ജാതകം തുറന്ന് പരിശോധിക്കുമ്പോൾ തുടക്കത്തിൽ കാണും രാജയോഗമാണ്. ഞെട്ടിപ്പോവും. രാജയോഗം എന്ന് പറഞ്ഞാൽ എന്താ? രാജാവിനെ പോലെ ജീവിക്കാന്ന ഒരു 3 പേജ് മറിച്ച് ചെയ്യുമ്പോൾ കാണും അത് അനുഭവിക്കാനുള്ള യോഗം ഉണ്ടാവില്ല. അതാണ് കേരളത്തിലെ പഞ്ചായത്തുകളുടെയും മുനിസിപ്പാലിറ്റിയുടെയൊക്കെ സ്ഥിതി. എന്നിട്ട് ഈ ഗവൺമെന്റ് എന്നിട്ട് പറയാം ഒരു പണി 20% അടുത്ത വർഷത്തേക്ക് സ്പിൽ ഓവർ ആക്കി മാറ്റും. അപ്പൊ എല്ലാവരും 20 അടുത്ത ഏപ്രിൽ ആകുമ്പോഴേക്ക് ഈ കാശ് കിട്ടുമല്ലോ. അപ്പൊ ഏപ്രിൽ ഒരു ഉത്തരവ് വരും.
ഈ സ്പിൽ ഓവറാക്കിയ പൈസ ഈ വർഷത്തെ പദ്ധതിയിൽ എടുക്കാറുണ്ട്. അപ്പൊ ഈ വർഷത്തെ പദ്ധതി കൊള്ളാമല്ലോ. ഇങ്ങനെ ലോക്കൽ ബോഡികളെ കഴുത്ത് ഞെരിച്ചു വന്ന സർക്കാർ വികസന സദസ്സ് നടത്താൻ തീരുമാനിച്ചപ്പോൾ UDF അത് ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചു. ഞങ്ങളില്ല. UDF ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ നമ്മൾ പ്രത്യേകമായി UDF പരിപാടി നടത്തി ജനങ്ങളോട് നമ്മൾ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ വിശദീകരിക്കും. നമ്മൾ LDF ഭരിക്കുന്ന സ്ഥലത്ത് അവർക്കെതിരായി നമുക്ക് പറയാനുണ്ടെങ്കിൽ അത് കുറ്റപത്രം സമർപ്പിച്ച് നമ്മൾ പരിപാടികൾ നടത്തും. അതാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. നിങ്ങൾക്കറിയാം, ഞാൻ ദീർഘിപ്പിക്കുന്നതിൽ ഒരുപാട് നേതാക്കന്മാരുണ്ട് കേരളം. ഈ സർക്കാർ കേരളത്തിനെ സാമ്പത്തികമായി തകർത്ത് തരിപ്പണമാക്കി. നിങ്ങൾക്കറിയാലോ, ആരോഗ്യ മേഖല വെന്റിലേറ്ററിലാക്കി. ആശുപത്രിയിൽ മരുന്നില്ല. ഓപ്പറേഷൻ നടത്താൻ മെഡിക്കൽ കോളേജിൽ പോകണമെങ്കിൽ നൂല്, സൂചി, കത്രിയൊക്കെ മേടിച്ചോണ്ട് പോകണം രോഗി. ആലപ്പുഴയിൽ നമ്മുടെ ഒരാൾ പോയപ്പോൾ പറഞ്ഞ് പഞ്ഞിയില്ല, പഞ്ഞിയും എടുത്തോണ്ട് ഓപ്പറേഷൻ പോയപ്പോൾ. അതാണ് കേരളത്തിലെ ആരോഗ്യ രംഗത്തിന്റെ സ്ഥിതി. അതാണ് വിദ്യാഭ്യാസ മേഖല കൊളവാക്കി വെച്ചിരിക്കുക. അറിയാലോ, വൈസ് ചാൻസലർമാർ പോലും ഇല്ലാതെയുള്ള തർക്കങ്ങളാണ് എല്ലാ സ്ഥലങ്ങളിലും നടക്കുക. സപ്ലൈകോ വിലക്കയറ്റം കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടുമ്പോൾ മാർക്കറ്റിൽ ഇടപെടേണ്ട സപ്ലൈകോയ്ക്ക് ആയിരക്കണക്കിന് കോടി രൂപ സർക്കാർ കൊടുക്കാനുണ്ട്. ക്ഷേമനിധികൾ തകർന്നു ഇല്ലേ? കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി കിട്ടിയിട്ട് എത്ര നാളായി? അംഗൻവാടിയിലെ ടീച്ചർമാരുടെ ക്ഷേമനിധി ഒന്നും കിട്ടുന്നില്ല. ഒരു പൈസ, അതാണ് ഒരു പൈസ സർക്കാരിന്റെ കയ്യിലില്ല. ഒരു പൈസ ഇല്ല. എല്ലാ കാര്യങ്ങളിലും എല്ലായിടത്തും തകർന്നിരിക്കുകയാണ്. നമ്മൾ മലയോര ജാഥ നടത്തി. മലയോരത്തെ ജനങ്ങളുടെ ജീവിതം ദുരിതപൂർണമാണ്. ഇപ്പൊ ഒരു ബില്ല് പാസ്സാക്കിയിരുന്നു. ഞാൻ നിയമസഭയിൽ പറഞ്ഞു. ബില്ലെന്ന് വെച്ചാൽ മൃഗങ്ങളെ വെടിവെക്കാനുള്ള അവകാശം. അപ്പൊ അത് കേന്ദ്ര നിയമത്തിനെതിരായിട്ടാണ് പാസ്സാക്കിയത്. അത് കുറെ നാൾ ഗവർണറുടെ അടുത്ത് പോയിരിക്കും. അത് കഴിഞ്ഞ് പ്രസിഡന്റിന്റെ അടുത്ത് പോയിരിക്കും. അത് തിരിച്ചും കൂടെ അയക്കുമ്പോഴേക്ക് ഇലക്ഷൻ വരും. അപ്പൊ ഇലക്ഷൻ വരെ മൃഗങ്ങളെ വെടിവെക്കാൻ കടലാസിൽ സാധനം എഴുതി വെച്ച വെടിവെക്കാൻ ആളുകളെ പറ്റിക്കുകയാണ്. മലയോരത്തെ ജനങ്ങളെ കബളിപ്പിക്കുകയാണ് സർക്കാർ. അവരെ വിധിക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. തീരപ്രദേശത്ത് മുഴുവൻ വറുതിയാണ്. കാർഷിക മേഖല മുഴുവൻ ദുരിതത്തിലാണ്. എന്നിട്ട് റബ്ബറിന് 250 രൂപ. ഓർമ്മയുണ്ട്? ഇവിടെ ഒന്നല്ല പ്രസംഗിച്ചത്. 250 രൂപ. അത് കിട്ടിയോ? കിട്ടില്ലല്ലോ. ഒരു സാധനം കിട്ടില്ല. ഒരു കാര്യവും. കാർഷിക മേഖല മുഴുവൻ തകർത്തു തരിപ്പണമാക്കി. എല്ലാ മേഖലയും തകർത്ത സർക്കാർ. നമ്മൾ ഇപ്രാവശ്യം തെരഞ്ഞെടുപ്പിന് പോകുമ്പോൾ ഇതുവരെ ചെയ്യാത്ത രീതിയിൽ പ്രതിപക്ഷം ഒരു കാര്യം വിളിച്ചു. ജനുവരിയിൽ പ്രധാനപ്പെട്ട വകുപ്പുകൾ ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുമ്പോൾ ആരോഗ്യ മേഖലയിൽ എന്ത് ചെയ്യും, 1, 2, 3, 4 എന്ന് തുടങ്ങിയുള്ള കാര്യങ്ങൾ ജനങ്ങളുടെ മുന്നിൽ പറയും. ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മുഴുവൻ ആരെയും കബളിപ്പിക്കില്ല. വിശ്വാസ്യതയോടുകൂടി അവതരിപ്പിക്കും. ആരോഗ്യ രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, സാമ്പത്തിക രംഗത്ത് ഉൾപ്പെടെ നമ്മൾ ഗവൺമെന്റിനെ വിമർശിക്കും. ഗവൺമെന്റിന്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കും. അതോടൊപ്പം തന്നെ ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ ഞങ്ങൾക്ക് ബദൽ മാർഗങ്ങളുണ്ട്, ബദൽ പരിപാടികളുണ്ട്. നമ്മൾ ആരോഗ്യ കോൺക്ലേവ് തിരുവനന്തപുരത്ത് നടത്തി. വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരെ ആളുകൾ വന്നു. വിദ്യാഭ്യാസ കോൺക്ലേവ് നടത്തി. ഈ മലയോരത്ത് ഞങ്ങൾ വിവിധ കമ്പനികളെ ക്ഷണിച്ചിട്ടുണ്ട്. ഇടുക്കിയിലും വയനാട്ടിലും കോട്ടയത്തും എല്ലാം ഡെമോൺസ്ട്രേഷൻ നടത്തും. ആധുനികമായ സങ്കേതങ്ങൾ ഉപയോഗിച്ച് ജനവാസ കേന്ദ്രങ്ങളിൽ മൃഗങ്ങൾ ഇറങ്ങുമ്പോൾ മുന്നറിയിപ്പ് നൽകാനും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കൂടി സഹായത്തോടു കൂടി ശബ്ദവും വെളിച്ചവും ഉണ്ടാക്കി മൃഗങ്ങളെ തിരികെ കാട്ടിലേക്ക് ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള ലോകരാജ്യങ്ങളിലുള്ള സംവിധാനങ്ങൾ നമ്മൾ കേരളത്തിൽ കൊണ്ടുവന്ന് ഈ മലയോര ജനതയെ സംരക്ഷിക്കുന്നത് ഉൾപ്പെടെയുള്ള പദ്ധതികൾ കൃത്യമായ പ്ലാനും പദ്ധതിയുമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നമ്മൾ അഭിമുഖീകരിക്കാൻ പോകുന്നത്.